വെൽക്കം ബാക്ക്. ഖത്തറിലെ ക്ലൈമറ്റ് നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. തണുവ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാ വണ്ടി എടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഖത്തറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ പ്രോഗ്രാം കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. ദർബൽ സായിൽ നമ്മളുള്ളത് ഖത്തർ നാഷണലിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടന്നു വരാനുള്ള ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരേണ്ടത്. എസ്പെഷ്യലി ലോക്കൽസ് ആണ് ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യല്. എൻട്രി കഴിഞ്ഞ് അകത്തെത്തിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് സൂക്ക് വരുന്നത്. ഒരു സൂക്കിൽ കയറുമ്പോൾ മെഹന്തി ഇടുന്നുണ്ട്, മറ്റൊരു സൂക്കിൽ കയറുമ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. സൂക്കിന്റെ മേൽഭാഗത്തേക്കുള്ള എൻട്രൻസിൽ കയറി നമ്മൾ പോയി നോക്കിയപ്പോ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. മേലെ നിന്നുള്ള വ്യൂ. രണ്ട് സൂക്കിലായിട്ട് പല പല ഷോപ്പുകളുണ്ട് കേട്ടോ. അറബ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങി നേരെ വന്ന് നോക്കിയപ്പോ ഒരു ആർട്ടിഫിഷ്യൽ തടാകം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദർബൽ സായിന്റെ ലൊക്കേഷൻ വരുന്നത് ഉംസലാലാണ്. പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിതാ ഒരു ആർട്ട് ഗാലറി കയറിയപ്പോ നല്ല അടിപൊളിയായിട്ടുള്ള വരച്ചിട്ടുള്ള ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. തണുപ്പ് നല്ല രീതിയിൽ തന്നെ വന്നതോട് കൂടി പൊന്നൂസ് ഒക്കെ തണുത്ത് വരക്കുന്നുണ്ട്. മിഡിൽ എത്തിയിട്ടുണ്ട് ദർബൽ സായിന്റെ ഒരു ഫ്ലാഗും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോ ഖത്തർ ആർമിന്റെ ഒക്കെ പല പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കിഡ്സ് ഒക്കെ അകത്ത് കയറി നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ തണുപ്പ് കാരണത്താൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തില്ല. ദർബൽ സായിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.